മാനിസസിന് വന്ദനം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങൾ വർദ്ധിച്ചു വരികയാണല്ലോ. അത്തരം ഒരു അനുഭവത്തിന്റെ നേർക്കാഴ്ചയാണ് എന്റെ ഈ എളിയ മോണ ആക്ട്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ യക്ഷിക്ക് വരെ പേടിയാണ്. സമർപ്പണം. അളവില്ലാതെ പിച്ച ചെയ്ത പെൺജന്മങ്ങൾക്കല്ല. ഒരു മെഴുകുതിരി കത്തിത്തീരും വരെ സാധാമം വിഷം കെട്ടിയാടി. എനിക്കൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും കോലുമിട്ടായി വായിക്കോട്ട് വരുമോ? അച്ഛൻ പുറത്തു പോയിട്ട് വരുമ്പം മക്കൾക്ക് കോലും മിഠായും എല്ലാം വാങ്ങിക്കൊണ്ടുവരാം. ആദ്യം ടൗണിൽ പോന്ന് വരട്ടെ. പൊന്നോ, നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്നോ? അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കണം, പഠിക്കണം. ഏറ്റവും എടുത്തു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. ചേട്ടാ പോവാ. മത്സരിക്കുന്ന വലിയൊരു ഉപജില്ലാ കലോത്സവത്തിന് അയ്യോ, ഇവിടെ അച്ഛനില്ലല്ലോ. എന്ത് പറ്റി അറിയാന്ന് എങ്കിലും ഒന്ന് ചോദിച്ച കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നിട്ടെ? ഹായ്, ചോക്ലേറ്റ് എനിക്കാണോ? അധ്യാപകരും എന്താ ചെയ്യുന്നേ? ഇതിന്റെ മികച്ച സംഘാടനം ഈ എസ് മത്സരത്തിലെ ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മുഴുവൻ കുട്ടികളും എല്ലാവിധമായ നന്മകളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെ വിളവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തയാണ് മനുഷ്യ ഞെട്ടിച്ചിരിക്കുന്നത്. ഒരു ധാരണ കൃത്യമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിച്ചു നോക്കാം. പറയൂ ചേച്ചി, പറയൂ, എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? എന്താ പറയാനാ, കണ്ട ബംഗാളിലൊക്കെ ഇവിടെ താമസിച്ച ഇതൊക്കെ തന്നെ അവസ്ഥ. നടക്കില്ല. ഏതോ അന്യനാട്ടിൽ നിന്ന് കുട്ടിക്കൊരു കർമ്മങ്ങൾ ചെയ്യാനോ നടക്കില്ല. എനിക്കും ഒരു ഫോസിനും കുട്ടി രക്ഷിക്കാനായാലും ക്രിമിനൽ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ മോൾ കിട്ടിയോ? ഏട്ടാ, അവിടെ പോരു മോൾ കിട്ടിയേട്ടാ. എന്റെ പോരു മോൾ അറക, എന്റെ പോരു മോൾ അറകേടാ, എന്റെ പോരു മോൾ അറകേടാ, എന്റെ പോരു മോൾ അറകിക്കട, എന്റെ പോരു മോൾ അറകിക്കടേടാ, എന്റെ പോരു മോൾ പോരച്ചോടെ കേടക്കേടാ, എന്റെ പോരു മോൾ പോരച്ചോടെ കേട വീടൊരു പോരു മോളെ. നിങ്ങൾ പറയൂ, ആരാനന്ദൻ ഈ കഥയിലെ പിതാവോ അതോ ഈ സമൂഹമോ? ആർക്കാണ് ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്നത്? ഈ കഥയിലെ സഹോദരനോ അതോ നമുക്കോ? നന്ദി, നമസ്കാരം.